നിങ്ങളുടെ CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തും. ഇന്ത്യ മുന്നണിയുടെ പ്രാധാന്യം പോലും അറിയാത്തവരാണ് ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയും കോൺഗ്രസിന്റെ ആളുകളും. ഇവിടെ തുടക്കം മുതലേ പറയുന്നത് ഇന്ത്യ മുന്നണി എന്താണ് തീരുമാനിച്ചത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വർഗീയ പാർട്ടിയായ BJP-യെ താഴെയിറക്കാൻ ഓരോ സംസ്ഥാനങ്ങളിൽ അതാത് സാഹചര്യത്തിൽ മത്സരിക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസുമായിട്ടാണ് മത്സരം, കേരളത്തിൽ UDF-ഉമായിട്ടാണ് മത്സരം. ഇവിടെ BJP സാന്നിധ്യമല്ല. ഏത് കേരളത്തിലില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാം BJP സാന്നിധ്യം ഉണ്ടോ ഇല്ല. കുട്ടികൾക്ക് പോലും ഓക്സിജൻ കൊടുക്കാൻ കഴിയാത്ത BJP, ഉത്തർപ്രദേശിൽ ജനിച്ചു വീണ കുട്ടികൾക്ക് പോലും ഓക്സിജൻ കൊടുക്കാൻ 75ഓളം കുട്ടികൾ മരണപ്പെട്ടു. അതുപോലും കഴിവില്ലാത്ത കെൽപ്പില്ലാത്ത BJP ഇന്ത്യയിൽ എന്ത് ആളുകൾക്ക് ഓക്സിജൻ കൊടുക്കുക. സ്ഥാപനങ്ങള് വിറ്റ് നിൽക്കുന്നുവെന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു മുട്ടുസൂചി പോലും ഇല്ലാത്ത ഇന്ത്യയെ ഈ നിലയിൽ എത്തിച്ചതും ഇത്രയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ്.